കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ഒരുമിക്കുന്ന അഷ്ടമി രോഹിണി നാൾ. ത്രേതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ച ഭഗവാൻ വിഷ്ണു ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചു. ലോകത്തിൽ നന്മയ്ക്ക് അപജയം സംഭവിക്കുമ്പോൾ ധർമ്മ സംരക്ഷണത്തിനായി മഹാവിഷ്ണു 10 അവതാരങ്ങൾ എടുക്കുമെന്ന് ഭാഗവതം പറയുന്നു. അതിൻ പ്രകാരം അധർമ്മികളെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെയും ലക്ഷ്യം. അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് അദ്ദേഹം ദേവലോകത്തേക്ക് മടങ്ങി. ഇത് റേഡിയോ പ്രിയോറിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ എപ്പിസോഡ്. അവതരിപ്പിക്കുന്നത് സ്റ്റുഡൻസ് ഓഫ് 7A. ഞാൻ അമയ ജസ്റ്റിൻ, സൈനിങ് ഇൻ ടു റേഡിയോ പ്രിയോർ ഫോർ 7A. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തോടനുബന്ധിച്ച് റേഡിയോ പ്രിയോറിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സംസ്കൃതാധ്യാപിക ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മാതൃവാത്സല്യത്തിൻ്റെ ഉദാത്തമായ ഈ വരികൾ കൃഷ്ണഭക്തിയുടെ പരമാനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നു. പൂന്താനത്തിൻ്റെ ഈ വരികൾ ഓരോ അമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനോടുള്ള വാത്സല്യത്തിൻ്റെ അഗാധതയിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു. ശ്രീകൃഷ്ണൻ അദ്ദേഹം ആരായിരുന്നു? ദ്വാപരയുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവീക സാന്നിധ്യം. ഉണ്ണികൃഷ്ണൻ്റെ ജന്മദിനം ഓരോ മാതാപിതാക്കളിലും തങ്ങളുടെ മക്കളെ ഉണ്ണിക്കണ്ണനായി കാണാൻ കൂടിയുള്ള അവസരം കൂടിയാണ്. അഷ്ടമി രോഹിണി ദിനത്തിൽ നാടും നഗരവും അമ്പാടിയായി മാറുന്നു. ശ്രീകൃഷ്ണ വേഷമണിഞ്ഞ പിഞ്ചു പൈതങ്ങൾ എല്ലാവരുടെയും മനസ്സിലെ നെഗറ്റീവ് എനർജിയെ മാറ്റി നിർത്തുന്നു. ശ്രീകൃഷ്ണ കുസൃതികൾ കൊതിക്കാത്തൊരമ്മമാരുമില്ല. ദൈവത്തിൻ്റെ നിരവധി അവതാരങ്ങളെ നമ്മൾ മനുഷ്യർ ആരാധിക്കുന്നു. ഭൂമിയിൽ മനുഷ്യത്വത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു അസാധാരണ വിശുദ്ധനെ നമ്മൾ കാണുമ്പോഴെല്ലാം നാം ഓർക്കുക, അവൻ നമ്മിൽ തന്നെയുണ്ട്. തത് ത്വം അസി, അത് നീയാകുന്നു. ഈ മഹനീയ ചിന്തയുടെ മാന്ത്രിക സ്പർശം തന്നെയിലെ അഷ്ടമി രോഹിണി നാളിൽ കൃഷ്ണവേഷമണിഞ്ഞ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനിയും കൃഷ്ണനും ക്രിസ്തുവും നബിയും ബുദ്ധനും നമുക്കിടയിൽ പിറക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളിൽ നന്മയുടെ ചൈതന്യം തിളയട്ടെ. ഓരോ ആഘോഷങ്ങളും ജാതിമത ചിന്തകൾക്കതീതമായി ഐക്യത്തോടെ പ്രവർത്തിക്കാനുമുള്ള ഒരു വഴിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആശ്രിത വത്സനാണ് ശ്രീകൃഷ്ണൻ. എന്ന് വെച്ചാൽ തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൻ. തന്തനം എന്ന ചിത്രത്തിൽ ജീവിതഗന്ധിയായി ഒരു മനോഹര ഗാനമുണ്ട്, ഒരു കൃഷ്ണഭക്തിയുടെ പ്രാർത്ഥന. ആ ഗാനം നമുക്കായി ആലപിക്കുന്നു നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപിക മിന്നു ടീച്ചർ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ
വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ഞാനെൻ മിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അതിനായി പുകച്ചും. ഞാനെൻ മിഴിനാളം അണയാതിരിച്ചും നീറും നെഞ്ചകം അതിനായി പുകച്ചും. വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ. നീ നൊമ്പരം അറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ. വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി വിരിയാൻ കഴിഞ്ഞുവെങ്കിൽ, നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ കൃഷ്ണ. കൃഷ്ണ 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 കൃഷ്ണ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ശ്രീകൃഷ്ണൻ്റെ ജനനനാളാണ് ശ്രീകൃഷ്ണ ജയന്തി. എന്നാൽ ശ്രീകൃഷ്ണൻ്റെ ജനനം ഒരു സാധാരണ ജനനമായിരുന്നില്ല. അത് യഥാവിധി നടപ്പാക്കപ്പെട്ട ഒന്നാണ്. ആ ചരിത്രം നമുക്കായി പങ്കുവയ്ക്കുന്നു ഐറിൻ AN. കംസൻ ഒരു ദുഷ്ടനും സ്വേച്ഛാധിപതിയുമായ രാജാവായിരുന്നു. കംസന്റെ സഹോദരി ദേവകിക്കും ഭർത്താവ് വാസുദേവനും ജനിക്കുന്ന 8ാമത്തെ കുട്ടി കംസനെ കൊല്ലുമെന്ന് ഒരു പ്രവചനമുണ്ടായിരുന്നു. ഈ പ്രവചനത്തെ ഭയന്ന് കംസൻ ദേവകിയെയും വാസുദേവനെയും ജയിലിലടച്ചു. അവരുടെ ഓരോ കുട്ടിയും ജനിച്ച ദിവസം തന്നെ കംസൻ വധിച്ചു. കൃഷ്ണൻ ദേവകിയുടെയും വാസുദേവരുടെയും 8ാമത്തെ മകനായി ജനിച്ചു. കൃഷ്ണൻ ജനിച്ച രാത്രിയിൽ ജയിലിൽ നിന്ന് കൃഷ്ണനെ ഗോകുലത്തിലെ തൻ്റെ സുഹൃത്തായ നന്ദഗോപരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അവിടെ ജനിച്ച നന്ദഗോപരുടെ മകളുമായി കൃഷ്ണനെ കൈമാറാനും വാസുദേവനോട് ഒരു ദിവ്യ ശബ്ദം നിർദ്ദേശിച്ചു. വാസുദേവൻ ഈ നിർദ്ദേശം പാലിക്കുകയും നവജാതനായ കൃഷ്ണനെ ഗോകുലത്തിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുകയും അവിടുത്തെ നവജാത പെൺകുട്ടിയെ ജയിലിൽ തിരികെ കൊണ്ടുവരികയും ചെയ്തു. കംസൻ ആ പെൺകുട്ടിയെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ദുർഗാദേവിയുടെ അവതാരമായതിനാൽ അതിന് കഴിഞ്ഞില്ല. തന്നെ കൊല്ലാൻ വിധിക്കപ്പെട്ട കുട്ടി സുരക്ഷിതനാണെന്നും തൻ്റെ കയ്യെത്തും ദൂരത്താണെന്നും കംസൻ തെറ്റിദ്ധരിച്ചു. ഈ സംഭവ വികാസങ്ങളെല്ലാം കൃഷ്ണൻ്റെ ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള അവതാരത്തിൻ്റെ ഭാഗമായിരുന്നു.
രാധാകൃഷ്ണ പ്രണയം കൽപ്പനകാലത്തോളം പാടി പതിയാനുള്ളതാണ്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് റേഡിയോ പുയോർ ഒരുക്കുന്നു പ്രത്യേക പരിപാടി രാധാമാധവം സംഗീതശില്പം. കൃഷ്ണ, കൃഷ്ണ, നീ എവിടെയാണ്? മുരളീഗാനം ഞാൻ കേട്ടതാണല്ലോ. നാളുകൾ എത്രയായി ഈ രാധ നിന്റെ വേണുഗാനത്തിനായി, കാൽത്തളക്കിലുക്കത്തിനായി കാതോർത്തിരിക്കുന്നു. എവിടെയാണ് നീ മറഞ്ഞിരിക്കുന്നത്? എൻ്റെ കാഴ്ചയ്ക്കപ്പുറം എവിടേക്കാണ് നീ പോയിക്കളഞ്ഞത്? ഒരു വേള ഒരു മിന്നൽ പിണർ പോലെ എന്നരികിലൂടെ നീ കടന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നും. പിന്നീട് ഒരു കനവിൻ്റെ ആയുസ്സേ അതിനുണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ വീണ്ടും കാത്തിരിപ്പ് ആരംഭിക്കും. ജന്മം മുഴുവൻ പരാതികളില്ലാതെ കാത്തിരിക്കും ഈ രാധ. ഓലക്കുഴൽ വിളി കേട്ടോ രാധേ, ഇൻ രാധേ, കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ, ഈ രാവിൽ, പാൽ നിലാവു പെയ്യുമ്പോൾ, പൂങ്കിനാവു നീയുമ്പോൾ, എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാൻ. ഓലക്കുഴൽ വിളി കേട്ടോ രാധേ, ഇൻ രാധേ, കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ, ഈ രാവിൽ. വൃന്ദാവനിയിൽ നിനക്കൊപ്പമുള്ള സായം സന്ധ്യകൾക്കെല്ലാം 7 വർണ്ണങ്ങളായിരുന്നു. ഇന്നതിന് കണ്ണുനീരിൻ്റെ നനവാണ്. ഇന്നും നീ വന്നില്ലല്ലോ എന്ന കണ്ണുനീർ നനവ്. വൃന്ദാവനം മൂകമാണ്, വിരഹാർദ്രയായ നിന്റെ രാധയെപ്പോലെ. വേണുനാദമില്ല, കാൽത്തളക്കിലുക്കമില്ല, കളിച്ചിരികളില്ല. അമ്പാടിയിലെ പൈക്കിടാങ്ങൾ പോലും ദൂരത്തേക്കെവിടെയോ മിഴികൾ നട്ടു നിൽപ്പാണ്. അവരുടെ ഗോപാലൻ വരുമെന്ന് കരുതി. പക്ഷെ മാധവ, നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ല. നീ വന്നതുമില്ല. നീലക്കണ്ണ, നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ, ഓടക്കുഴലിൽ നാദം കേൾക്കേ സ്നേഹക്കടലായി ഞാൻ. നീലക്കണ്ണ, നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ, ഓടക്കുഴലിൽ നാദം കേൾക്കേ സ്നേഹക്കടലായി ഞാൻ. പല കോടി ജന്മമായി നിന്നെ തേടി അലയുന്നു. ഇന്നിതാ ഞാൻ ധന്യയായി, ഇന്നിതാ ഞാൻ ധന്യയായി. നീലക്കണ്ണ, നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ, ഓടക്കുഴലിൽ നാദം കേൾക്കേ സ്നേഹക്കടലായി ഞാൻ. ഒരിക്കൽ കാളിന്തിയുടെ തീരത്ത് നിന്നോട് ചേർന്നിരിക്കുമ്പോൾ നീ ശിവൻ്റെയും സതിയുടെയും കഥ എന്നോട് പറഞ്ഞു.
സതിയുടെ മരണത്തിൽ ദുഃഖാർത്ഥനായ ശിവൻ കാമദേവനിൽ നിന്നും രക്ഷപ്പെടാൻ കാളിന്തിയിലേക്ക് ചാടിയെന്നും അന്നു മുതലാണ് സൂര്യപുത്രിയായ കാളിന്തി കറുത്ത നിറത്തിൽ ഒഴുകാൻ തുടങ്ങിയതെന്നും നീ പറഞ്ഞവസാനിപ്പിച്ചപ്പോഴേക്കും നിന്റെ കരവലയത്തിലെ സുരക്ഷിതത്വത്തിനുള്ളിൽ ഞാൻ നിദ്രയെ പുൽകിത്തുടങ്ങിയിരുന്നു. കാളിന്തി പോലും നിന്നെ പ്രണയിച്ചത് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം കണ്ടിട്ടായിരുന്നു. ഒടുവിൽ കാളിന്തി നിന്റെ ഭാര്യയായി, രാധ ഏകയായി. കാളിന്തി തീരം തന്നിൽ നീ വാ വാ, കായാമ്പൂവർണ്ണ കണ്ണാ. കാളിന്തി തീരം തന്നിൽ നീ വാ, കായാമ്പൂവർണ്ണ കണ്ണാ. എങ്കിലും മുകുന്ദ, 8 കന്യകമാരെ നീ താലി ചാർത്തിയപ്പോഴും നരകാസുരനിൽ നിന്നും രക്ഷിച്ച 16,000 സ്ത്രീകളുടെ മാന്യതയുടെ കാവൽക്കാരനായപ്പോഴും ഒരിക്കൽ പോലും നീ രാധയെ ഓർത്തില്ലേ? നിന്നെയോർത്ത് തേങ്ങുന്ന രാധയെ, നിന്റെ ബാല്യകാല ലീലകൾക്കും കൗമാര സ്വപ്നങ്ങൾക്കും ഒപ്പം നടന്ന രാധയെ, വൃന്ദാവനിയിലെ പ്രണയാർദ്രയായ രാധയെ, കാളിന്തി തീരത്തെ വിരഹാർദ്രയായ രാധയെ, നീ എന്തേ മറന്നു കേശവ? മൗലിയിൽ മയിൽ പീലി ചാർത്തി, മഞ്ഞ പട്ടാമ്പരം ചാർത്തി, ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം, നെഞ്ചിൽ ഗോരോചനക്കുറി കണി കാണണം. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം, ഭജേ നന്ദനന്ദനം. മൗലിയിൽ മയിൽ പീലി ചാർത്തി, മഞ്ഞ പട്ടാമ്പരം ചാർത്തി. രാധയെയും കൃഷ്ണനെയും വരും ലോകം പ്രണയത്തിൻ്റെ ഉദാത്ത മാതൃകയായി പ്രതിഷ്ഠിക്കും. അഷ്ടമി രോഹിണി നാളുകളിൽ രാധാകൃഷ്ണന്മാർ വീഥികൾ കൈയടക്കും. പക്ഷേ രാധയുടെ കാത്തിരിപ്പ്, അവളുടെ വിരഹനൊമ്പരം, ഓർമ്മകളുടെ നീറ്റുതൊട്ടിയിൽ എരിഞ്ഞു തീർന്ന ജീവിതം, ഇതൊക്കെ എത്ര പേർ ഓർക്കും, എത്ര പേർ പറയും? അഷ്ടമി രോഹിണി നാളിലിൻ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറിയെങ്കിൽ, അഷ്ടമി രോഹിണി നാളിലിൻ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറിയെങ്കിൽ, ഗോപികാരമണന്റെ കാലടി പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ, ഓരോ ഗോപികയായി ഞാൻ പിറന്നെങ്കിൽ, പിറന്നെങ്കിൽ. അഷ്ടമി രോഹിണി നാളിലിൻ മനസ്സൊരു മുഗ്ധവൃന്ദാവനമായി മാറിയെങ്കിൽ. കോടക്കാർ വർണ്ണന്റെ ആധരങ്ങൾ ചുംബിക്കും ഓടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ, കോടക്കാർ വർണ്ണന്റെ ആധരങ്ങൾ ചുംബിക്കും ഓടക്കുഴലായി ഞാൻ മാറിയെങ്കിൽ, നിത്യവും കണ്ണൻ
കണ്ണനെ നക്കി തുടയ്ക്കുന്ന, നിത്യവും കണ്ണനെ നക്കി തുടയ്ക്കുന്ന കാറ്റക്കിടാവായി ഞാൻ ജനിച്ചെങ്കിൽ അഷ്ടമി രോഹിണി നാളിലെൻ മനസ്സൊരു മുക്തവൃന്ദാവനമായി മാറിയെങ്കിൽ. രാധയുടെ ജന്മം മുഴുവൻ നിന്നെ പ്രണയിച്ച് നിന്നെ കാത്തിരുന്ന് സന്ധ്യാദീപം പോലെ കത്തിത്തീരും. താമരക്കുളത്തിലെ വിടർന്നു നിന്നിരുന്ന കമലങ്ങളെല്ലാം കൂമ്പിത്തുടങ്ങി. പൈക്കിടാങ്ങൾ ഉറക്കമായി. ഇടയബാലന്മാരുടെ കളിയാരവങ്ങൾ നിലച്ചു. ഇന്നും നീ വന്നില്ല. രാധയുടെ കണ്ണുനീർ പറ്റിയ മിഴികളിൽ പ്രതീക്ഷയുടെ ഒരു ചെറുതിരിനാളം മാത്രം ബാക്കിയായി. ഇനി യുഗങ്ങൾക്കപ്പുറം രാധ മീരയായി ജന്മമെടുക്കും, നിന്നെ പ്രണയിക്കാനായി മാത്രം. കൃഷ്ണ 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 ബാരോ കൃഷ്ണ നീ ബേഗനേ ബാരോ കൃഷ്ണ നീ ബേഗനേ ബാരോ കൃഷ്ണ നീ ബേഗനേ ബാരോ 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 കൃഷ്ണ നീ ബേഗനേ ബാരോ. മീര തൻ്റെ കൃഷ്ണനെ ഒരിക്കൽ പോലും കാണാതെ, ഒരിക്കൽ പോലും മിണ്ടാതെ ഒരു ജന്മം മുഴുവൻ പ്രണയിക്കും. വീടും നാടും ലോകം മുഴുവനും തനിക്കെതിരെ തിരിഞ്ഞാലും അവൾ കൃഷ്ണസ്തുതികൾ മാത്രം പാടും. ഒരിക്കലും തന്നെ തേടി വരില്ലെന്നും തൻ്റേതാവില്ലെന്നും ഉറപ്പുണ്ടായിട്ടും അവൾ തൻ്റെ ജീവിതം ഗോവിന്ദപാദങ്ങളിലെ തുളസി തീർത്ഥമാക്കും. കാരണം രാധയായി ഒരു ജന്മം, മീരയായി മറുജന്മം. കൃഷ്ണ 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 You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. കേരളത്തിലെ ഭക്തകവി പ്രമുഖരിൽ ഒരാളായിരുന്നു പൂന്താനം നമ്പൂതിരി. അദ്ദേഹത്തിന് ഏറെക്കാലം ആഗ്രഹിച്ചിരുന്നതിനു ശേഷമാണ് ഒരു പുത്രൻ ജനിച്ചത്. എന്നാൽ ആ കുഞ്ഞ് അതിൻ്റെ ചോറുണ്ടേ അന്ന് തന്നെ മരണപ്പെട്ടു.
ആവയാതിയിൽ ശ്രീകൃഷ്ണ ഭക്തനായ ആ സാധുയോഗി എഴുതിയതാണ് ജ്ഞാനപ്പാന. ഞാനിപ്പോൾ എന്താണ് പറയുന്നത് എന്നല്ലേ? പൂന്താനം നമ്പൂതിരിയെക്കുറിച്ച് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു ശ്രീഹരി അനൂപ്. നമസ്കാരം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടത്തോഴനായി ക്രിസ്തുഅബ്ദം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു നമ്പൂതിരിയുടെ കഥ പൂന്താനം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും, മിന്ന നേരം ഇന്നേതും അറിഞ്ഞില്ല. കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗീതങ്ങളും ഭക്ത തത്വചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം. പൂന്താനത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നു. പൂന്താനം എന്ന ഇല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ നെന്മേൽ അംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കാവ്യഗ്രഹത്തിലെ ഒരു നമ്പൂതിരി, ശുദ്ധനായ നമ്പൂതിരി. പൂന്താനം ബലകാവ്യം കണ്ണനു നിവേദിച്ച പൂന്താനം, ജ്ഞാനപ്പാന പാടിയ പുൻസ്കോകിലം, പൂന്താനം ജ്ഞാനപ്പാന പാടിയ പുൻസ്കോകിലം. ഏറെക്കാലമായി പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. ആ ദുഃഖത്തിലും അദ്ദേഹം കൃഷ്ണനിൽ അഭയം തേടി. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണിക്കണ്ണൻ കരഞ്ഞു. ഏറെ കാലത്തെ പ്രയത്നത്തിന് ശേഷം പൂന്താനത്തിന് ഒരു ഉണ്ണി പിറന്നു. ഉണ്ണിക്കണ്ണനെ പോലെ വളരെ സുന്ദരനായ ഒരു ഉണ്ണി. പൂന്താനത്തിനും അദ്ദേഹത്തിൻ്റെ വേലിക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഉണ്ണിയുടെ അന്നപ്രാശന അടിയന്തര കർമ്മം, ചോറൂണ് കർമ്മം കഴിവിനൊത്തവണ്ണം അത് ആർഭാടമായി നടത്തുവാൻ അവർ തീരുമാനിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നു. മുഹൂർത്തം രാത്രിയിലായിരുന്നു. ഉണ്ണിയെ ഒരു ഭാഗത്ത് കിടത്തിയിട്ട് പൂന്താനത്തിൻ്റെ പത്നി അതിഥികളെയും മറ്റും സ്വീകരിക്കുവാനായി ഉമ്മറത്തേക്ക് പോയി. ഈ സമയം അതിഥിയായ വന്ന ഏതോ ഒരു സ്ത്രീ ഉണ്ണി കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ തൻ്റെ ഉത്തരീയം ഉണ്ണിയുടെ മേൽ അലക്ഷ്യമായി ഇട്ടിട്ടുപോയി. പിന്നാലെ വന്ന മറ്റൊരു സ്ത്രീ തൻ്റെ മേൽമുണ്ടൂരി അവിടെ ഇട്ടിട്ടുപോയി. ചോറുണിഞ്ഞ് അല്പനേരം മുൻപ് ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കുവാനായി ചെന്ന ആ അമ്മ കണ്ടത് ആ തുണിക്കെട്ടുകൾക്കിടയിൽ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന തൻ്റെ പൊന്നോമന പുത്രനെയായിരുന്നു. എടാ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? കണ്ണു തുറക്കടാ, അവർ വാവിട്ട് നിലവിളിച്ചു. പൂന്താനത്തിനും ഈ കാഴ്ച കണ്ട് സങ്കടം സഹിക്കാനാവാതെ തലതല്ലിക്കരഞ്ഞു. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, 1000 നേർച്ച നേർന്നുണ്ടായൊരുണ്ണി, ആദി സമ്മാനിച്ചു പോയോ നീ, ആരോമലാം കണ്ണനുണ്ണി. പുത്രവിയോഗം പൂന്താനത്തിൻ്റെ മനസ്സിൽ ആകപ്പാടെ വിളിച്ചു. ഉണ്ണി മരിച്ചതോടെ അദ്ദേഹം തീർത്തും വിരക്തനായി. ആ ദുഃഖത്തിൽ എഴുതിയതാണത്രേ ഇഹലോക ജീവിതത്തിൻ്റെ നശ്വരത വെളിപ്പെടുത്തുന്ന ജ്ഞാനപ്പാനം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതുംബവ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതുംബവ, മാളിക മുകളിലേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതുംബവ, തോളിൽ മാറാപ്പുകേറ്റുന്നതുംബവ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ആദ്വന്ത ദുസ്സഹനങ്ങളായ വസനങ്ങളിൽ നേരിടുന്ന കാലഘട്ടത്ത് ജ്ഞാനപ്പാനം മനസ്സിന് സന്തോഷമുണ്ടാകുമത്രേ. പുത്രവിയോഗത്തെ തുടർന്ന് പൂന്താനം ഗുരുവായൂരമ്പലത്തിൽ അഭയം തേടി. പൂന്താനം ഗുരുവായൂരമ്പലത്തിൽ എത്തുമ്പോൾ അവിടെ ഒരാൾ രോഗശമനത്തിനായി ഭജന ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു.
മഹാസംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വിദ്വാനായ ഭട്ടതിരിക്ക് പൂന്താനത്തോട് അകമേ പുച്ഛമായിരുന്നു. പൂന്താനം ഒരു ദിവസം ഭട്ടതിരിയെ കാണാനായി അവിടെ എത്തി. ഒപ്പം താൻ രചിച്ച കാവ്യവും കയ്യിൽ കരുതി. എന്താ പൂന്താനം? ഒന്നുമില്ല, ഒന്ന് കാണാൻ വന്നതാ. ഓഹോ, കണ്ടല്ലോ, എന്നാ പൊക്കിയൂടെ? ഒരു കാര്യമുണ്ട്. എന്താ അത്? ഉണ്ടൊരു കൃതി, അല്ല വികൃതി, എൻ്റേതായി ചൊൽക്കണ്ടെഴുതു മങ്ങെന്നാൽ പിഴ തീർത്താൽ കൊള്ളാം. ഭട്ടതിരി പുച്ഛത്തോടെ പൂന്താനത്തെ നോക്കി. ഇത് സംസ്കൃത കൃതിയാണോ? വിദ്വാനായ എന്നെ ഈ ഭാഷാകാവ്യം കാണിക്കാൻ തനിക്കെങ്ങനെ ധൈര്യം വന്നു? അതുമല്ല, വിഭക്തി അറിയാത്ത നിങ്ങൾ എഴുതുന്നതെല്ലാം അബദ്ധമായിരിക്കും. കൊണ്ടുപോയി വല്ല ഭാഷാ കവികളെയും കാണിക്ക്. ക്രൂരമായ പരിഹാസ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന് പൂന്താനം ആ കൃഷ്ണസഞ്ചിതയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്നൊരു കരച്ചിൽ. പൂന്താനം തിരിഞ്ഞു നോക്കി. കൃഷ്ണ, ഹരേ കൃഷ്ണ! ഇരു കാലുകളും പിടിച്ച് വേദന സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. ക്ഷമിച്ചിരുന്ന വാതരോഗം കലശമായി. അപ്പോൾ അതാ ഒരു ദിവ്യപ്രകാശം, ഒരശരീരി. കേളിയേറിയ മേൽപ്പത്തൂരിൻ്റെ വിപത്തിയെ കാളിക, പൂന്താനത്തിൻ്റെ ഭക്തിയാണെനിക്കിഷ്ടം. കൃഷ്ണന്റെ സ്വരം. പാണ്ഡിത്യ ഗർവ പൂണ്ട ഭട്ടതിരി എത്രയും പെട്ടെന്ന് ഈ ഭാഷാകവിയുടെ സങ്കടം തീർക്കൂ, എന്നാലേ ഈ വാതരോഗം ശമിക്കൂ. പൂന്താനത്തോടുള്ള ദൈവപ്രീതി കേട്ട് ഭട്ടതിരി അന്തം വിട്ടു. പൂന്താനത്തിൻ്റെ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു. ആ ഭാഷാകാവ്യമൊന്ന് കേൾപ്പിച്ച് ഭട്ടതിരി പ്രശംസിച്ചു. പൂന്താനത്തെ അപമാനിക്കുന്നത് ഗുരുവായൂരപ്പന് സഹിക്കില്ല. അത്രയ്ക്കാണ് ആ ഭക്തനോടുള്ള പ്രേമം. പൂന്താനത്തിലെത്തി പുണ്യനാം വിപ്രന്റെ പൂർണ്ണാവാന രക്ഷ കണ്ണനല്ലോ, പൂന്തേനാം സുത്തകാവ്യങ്ങൾ വിരചിച്ച പൂന്താന കോകില ഭക്ത്യഭാരം. പൂന്താനത്തിന് പാണ്ഡിത്യം കുറവായിരുന്നെങ്കിലും ഗുരുവായൂരമ്പലത്ത് പല പാണ്ഡിത്യന്മാരും ഭാഗവതം വായിക്കുന്നത് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം തന്നെ ഹിതസ്ഥമായി. ആര് ഭാഗവതം വായിച്ചാലും പൂന്താനം അർത്ഥം പറയണമെന്നായി ആളുകൾക്ക്. അതോടെ പാണ്ഡിതന്മാർക്കും പൂന്താനത്തോട് അസൂയയായി. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അന്ന് ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട രുക്മിണി സ്വയംവരമായിരുന്നു. രുക്മിണിയുടെ ദൂതുമായി ഒരു ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ വന്നതാണ് സന്ദർഭം. രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു എഴുത്ത് കൊടുത്തയച്ചു എന്ന് പറയുക. പൂന്താനം അർത്ഥം പറഞ്ഞു. ഹേയ്, പൂന്താനം പറഞ്ഞത് ശരിയല്ല. ഈ എഴുത്ത് കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോഴതാ ഒരശരീരി. എഴുത്ത് കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ആ പണ്ഡിതൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ രുക്മിണി ഒരു എഴുത്തുകൂടി കൊടുത്തയച്ചിരുന്നു. സാക്ഷാൽ കൃഷ്ണൻ്റെ ശബ്ദം കേട്ട് കൂടിയവർ അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ പൂന്താനത്തിൻ്റെ രക്ഷയ്ക്കെത്തി. പൂന്താനത്തിലെത്തി പുണ്യനാം വിപ്രന്റെ പൂർണ്ണാവന രക്ഷ കണ്ണനല്ലോ, പൂന്തേനാം സ്തുത്യകാവ്യങ്ങൾ വിവരിച്ച പൂന്താന കോകില പത്യപാനം. പൂന്താനത്തിൻ്റെ ഖ്യാതി നാടെങ്ങും പരന്നു. ക്ഷേത്രത്തിലെ നമസ്കാര സദ്യക്ക് പൂന്താനത്തിന് സ്ഥിരമായി മാന്യസ്ഥാനം നൽകി ആദരിച്ചു. പക്ഷേ അന്നൊരു ദിവസം പൂന്താനം ഇന്ന് സ്ഥലം മാറിക്കൊടുക്കുക. മഹാപണ്ഡിതനായ ഇദ്ദേഹത്തിന് വേണ്ടി പൂന്താനം സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണം. അധികാരികളുടെ തീരുമാനം പൂന്താനത്തിനെ ദുഃഖിതനാക്കി. ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാനായി പൂന്താനം വിഷമിച്ചു. ഒഴിഞ്ഞു കൊടുക്കില്ലേ? അത്ര അഹങ്കാരമോ? എഴുന്നേറ്റ് പോ. ഇല്ല, ഞാൻ പോവില്ല. ആരുമില്ലേ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ? പൂന്താനത്തെ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. പൂന്താനം കണ്ണീർ പൊടിച്ചു പറഞ്ഞു, വേണ്ട, എനിക്കൊരു സ്ഥാനവും വേണ്ട. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതേതും അറിഞ്ഞില്ല. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞാനിവിടെ ഇരിക്കാൻ അർഹനല്ല. ഞാൻ പോണോ? അപ്പോൾ ശ്രീകോവിൽ നിന്ന് ഒരശരീരി. ഈ ദുഷ്ട സംസ്കർഗം വേണ്ടൊഴിച്ചിടുക,
ഈ സഹവാസം തെടിക്കാനൊരുങ്ങുക. പൂന്താനം ഇവിടെ വരികയും ഈ ദുഷ്ടന്മാരുടെ അടുത്ത് താമസിക്കുകയും വേണ്ട. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്തേക്ക് വന്ന് കണ്ടോളാം. പൂന്താനം ഇത് കേട്ട് സന്തോഷമായി. ഭഗവാനെ താണുവഴങ്ങി അദ്ദേഹം ഇല്ലത്തേക്ക് പോയി. ഇല്ലത്തേക്കെത്തിയ അല്പനേരം കഴിഞ്ഞ് തൻ്റെ ഭഗവാൻ കൃഷ്ണൻ അവിടെ എഴുന്നള്ളി. പൂന്താനം, എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി. എൻ്റെ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടാകും. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ഈ കാരുണ്യത്തിന് ഞാൻ എന്തു സുഹൃതമാണ് ചെയ്തത്? പൂന്താനം സാഷ്ടാംഗം പ്രണാമം ചെയ്തു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭഗവാൻ അപ്രതീക്ഷിതമായി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് പൂന്താനം ഒരു കൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ശ്രീകോവിൽ പണിതു. അവിടെ നിത്യവും നിവേദ്യം അർപ്പിച്ചു. ആ സ്ഥലം പൂന്താനം ഇരുന്നതിൻ്റെ ഇടത്തെ വശമായതിനാൽ അതിനെ ഇടത്തേപ്പുറത്തമ്പലം എന്ന് പേരിട്ടു. പൂന്താനം പൂജിച്ച വിഗ്രഹം ഇപ്പോഴും അവിടെയുണ്ട്. പിന്നീട് ഭഗവാന്റെ കാരുണ്യത്താൽ പൂന്താനത്തിന് ദീർഘായുസ് കൂടിയ സന്താനം ഉണ്ടാകുകയും അർത്ഥപുത്രമിത്രവിഭവങ്ങളോടൊത്ത് സുഖ്യസ്മിതയോടെ ജീവിക്കുകയും ചെയ്തു. ഒടുവിൽ പൂന്തേനാം കാവ്യങ്ങൾ ഗുരുവായൂരപ്പൻ്റെ തൃച്ചുവട്ടിൽ അർപ്പിച്ച ആ പുൻസ്കോകിലത്തെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവും മിന്ന നേരമിന്നേതും അറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സെപ്റ്റംബർ 14 ഓസോൺ ദിനം. എന്താണ് ഓസോൺ? എന്തിനാണ് ഓസോൺ ദിനം ആചരിക്കുന്നത്? എല്ലാം നമുക്കായി പറഞ്ഞു തരുന്നു സിയോൺ കുര്യാക്കോസ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പാളിയുടെ സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16 മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചു. വാതകത്തിൻ്റെ ദുർബലമായ കവചമായ ഓസോൺ പാളി സൂര്യരശ്മികളുടെ ദോഷകരമായ ഭാഗങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുകയും അങ്ങനെ ഗ്രഹത്തിലെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ നിയന്ത്രിത ഉപയോഗം നിർത്തലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കുറവുകളും ഈ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും ഓസോൺ പാളി സംരക്ഷിക്കാൻ സഹായിച്ചു എന്നു മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തു. കൂടാതെ ഭൂമിയിലെത്തുന്ന ദോഷകരമായ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ പരിമിതപ്പെടുത്തി മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ആവാസ വ്യവസ്ഥയെയും ഇത് സംരക്ഷിച്ചു. സാധാരണയായി ഉപയോഗിക്കുന്ന നിരവധി രാസവസ്തുക്കൾ ഓസോൺ പാളിക്ക് അങ്ങേയറ്റം ദോഷം വരുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നോ അതിലധികമോ കാർബൺ ആറ്റങ്ങൾ, ഒന്നോ അതിലധികമോ ഹലോജൻ ആറ്റങ്ങൾ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ ബന്ധപ്പെട്ടിരിക്കുന്ന രാസവസ്തുക്കളാണ് ഹലോ കാർബണുകൾ. ബ്രോമിൻ അടങ്ങിയ ഹലോ കാർബണുകൾക്ക് സാധാരണയായി ക്ലോറിൻ അടങ്ങിയതിനേക്കാൾ വളരെ ഉയർന്ന ഓസോൺ ശോഷണ സാധ്യത ODP ഉണ്ട്. ഓസോൺ പാളിയുടെ ശോഷണം ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സഹകരണത്തിനുള്ള ഒരു സംവിധാനം സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നിർബന്ധിതരായി. 1985 മാർച്ച് 22 28 രാജ്യങ്ങൾ അംഗീകരിച്ച് ഒപ്പുവെച്ച ഓസോൺ പാളി സംരക്ഷണത്തിനായുള്ള വിയന്ന കൺവെൻഷനിൽ ഇത് ഔപചാരികമായി രേഖപ്പെടുത്തി. 1987 സെപ്റ്റംബറിൽ ഓസോൺ പാളി നശിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ കരട് തയ്യാറാക്കുന്നതിലേക്ക് ഇത് നയിച്ചു. മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ പ്രധാന ലക്ഷ്യം ഓസോൺ പാളി നശിപ്പിക്കുന്ന വസ്തുക്കളുടെ ആഗോള ഉൽപ്പാദനവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് അതിനെ സംരക്ഷിക്കുക എന്നതാണ്. ശാസ്ത്രീയ അറിവിലെയും
സാങ്കേതിക വിവരങ്ങളിലെയും പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ അവയുടെ ഉന്മൂലനം എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെ ഓസോൺ നശിപ്പിക്കുന്ന വസ്തുക്കളുടെ നിരവധി ഗ്രൂപ്പുകളെ ചുറ്റിപ്പറ്റിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ലോക ഓസോൺ ദിനത്തിൽ നമ്മുടെ ഗ്രഹവുമായി സമാധാനം സ്ഥാപിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. അന്താരാഷ്ട്ര സഹകരണത്തിന് അതിൻ്റെ പരമാവധിയിൽ എന്തു നേടാൻ കഴിയുമെന്ന് കാണിക്കുന്നതിന് മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ വിജയത്തെ അടിസ്ഥാനമാക്കി കെട്ടിപ്പടുക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇനിയൊരു കൃഷ്ണ കവിത. കൃഷ്ണപ്രിയം ആലപിക്കുന്നത് ദേവനന്ദ എൻ നായർ. ഇനി എത്ര കാലം ഞാൻ പുഴയായി ഒഴുകണം, നീയാം കടലിലലിഞ്ഞു ചേരാൻ, കണ്ണ നീയാം കടലിലലിഞ്ഞു ചേരാൻ. ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, നിൻ മുന്നിൽ എരിയുമീ കർപ്പൂരമായി, നിൻ മുന്നിൽ കർപ്പൂരമായി. ഇനി എത്ര ദൂരം ഞാൻ മുകിലായി അലയണം, നീയാം ഭൂമിയിൽ പെയ്തു ചേരാൻ, കണ്ണ നീയാം ഭൂമിയിൽ പെയ്തു ചേരാൻ. ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, നിൻ മുന്നിൽ എരിയുമീ കൽവിളക്കായി, നിൻ മുന്നിൽ കൽവിളക്കായി. ഇനി എത്ര നേരം ഞാൻ പകലായി എരിയണം, നീയാം സന്ധ്യതൻ ശോഭ ചേരാൻ, കണ്ണ നീയാം സന്ധ്യതൻ ശോഭ ചേരാൻ. ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, നിൻ മുന്നിൽ കേഴുമീ ശംഖമായി ഞാൻ, നിൻ മുന്നിൽ ശംഖമായി ഞാൻ. ഇനി എത്ര നേരം ഞാൻ ഇരുളായി മയങ്ങണം, നീയാം പുലരിയിൽ കൺ തുറക്കാൻ, കണ്ണ നീയാം പുലരിയിൽ കൺ തുറക്കാൻ. ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, ഇനി എത്ര പുലരികൾ, ഇനി എത്ര സന്ധ്യകൾ, നിൻ മുന്നിൽ ഇടയ്ക്കതന്നാഥമായി ഞാൻ, ഇടറുന്നൊരിടയ്ക്കയായി ഞാൻ, ഇടറുന്നൊരിടയ്ക്കയായി ഞാൻ, ഇടറുന്നൊരിടയ്ക്കയായി ഞാൻ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഹിന്ദി ദിവസ്. ഹിന്ദി ദിവസ് സന്ദേശം നൽകുന്നത് മിലാനിയ MJ. आप सभी को मेरा नमस्कार. मेरा नाम मिलानिया है. आज 14 सितंबर है. हम हिंदी दिवस मना रहे हैं. आप सभी को हिंदी दिवस की हार्दिक शुभकामनाएं. हिंदी हमारी राजभाषा है. हिंदी बहुत सरल तथा सुंदर भाषा है. हिंदी भारत में सबसे अधिक बोली जाने वाली भाषा है. हिंदी भाषा हमारे देश की एकता का प्रतीक है. हमें हिंदी भाषा का सम्मान करने चाहिए. धन्यवाद. जय हिंद. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ.
ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സെവനിയിൽ നിന്നും ബെല്ല എലിസബത്ത് സേവി. ഓണം അവധിക്ക് ശേഷം വിദ്യാലയത്തിൽ 8-ാം തീയതി അധ്യയനം പുനരാരംഭിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുതിയ സ്കൂൾ ബസ് സ്കൂളിലെത്തി. കുട്ടികളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി അധ്യാപകരുടെ സഹകരണത്തോടെ മഹീന്ദ്രയുടെ 32 സീറ്റ് ബസ്സാണ് വിദ്യാലയം പുതിയതായി വാങ്ങിയത്. പാദവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ഓപ്പൺ ഹൗസിന്റെ ആദ്യഘട്ടം 10-ാം തീയതി ബുധനാഴ്ച ആരംഭിച്ചു. സെപ്റ്റംബർ 11-12 തീയതികളിലായി സ്കൂൾ കായികമേള നടത്തപ്പെട്ടു. ഇതോടെ ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാലങ്ങളും യുഗങ്ങളും സൂര്യാസ്തമയങ്ങൾക്കൊപ്പം വിട പറയുമ്പോൾ ജീവിതം കൊണ്ട് നന്മ ചെയ്തവരെല്ലാം എന്നും ഓർമ്മിക്കപ്പെടുന്നു. കാലാകാലത്തോളം നിലനിൽക്കുന്ന കരിങ്കൽ സ്തൂപങ്ങളിൽ നമ്മുടെ പേരുകൾ കുത്തിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തിരമാലകളുടെ തലോടൽ കൊണ്ടോ കാറ്റിൻ്റെ കൈകൾ കൊണ്ടോ എപ്പോൾ വേണമെങ്കിലും മാഞ്ഞു പോകാവുന്ന മണൽപ്പരപ്പിലെങ്കിലും നമ്മുടെ പേരുകൾ കോറിയിട്ടിട്ടുണ്ട്. നന്മകൾ ചെയ്യാൻ നമുക്കുമാവും. പരിശ്രമം ചെയ്യുകയെന്തിനേയും കരുത്തിലാക്കാൻ കഴിവുള്ള മൃത്യൻ. എത്ര അർത്ഥവത്തായ വരികൾ! ഈ വരികൾ നമുക്കും പ്രചോദനമാവട്ടെ. ഞങ്ങൾ 7 സപ്തസ്വരങ്ങൾ തൽക്കാലം വിട പറയുന്നു. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ.